എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളോടൊപ്പമാ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഖബറിൽ ഞെരുക്കമുണ്ട്, എല്ലാവരെയും ഞെരുക്കും നമുക്ക് മനസ്സിലായി അല്ലേ? എന്നാൽ ഖബറിൽ ഞെരുക്കാത്ത ഒരു പെണ്ണുണ്ട്. ഒരു പെണ്ണിന്റെ മാത്രം ഖബർ ഞെരുക്കിയിട്ടില്ല. ആരാ പെണ്ണ്? ആ പോരിശയുള്ള പെണ്ണാരാ? ഫാത്തിമ ബിന്ത് അസ്ദ് റളിയല്ലാഹ്. ഫാത്തിമ ബിന്ത് അസ്ദ് റളിയല്ലാഹ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ്. അല്ലാഹ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ്. മാത്രമല്ല അബൂ താലിബിന്റെ ഭാര്യയാണ് ഫാത്തിമ ബിന്ത് അസദ്. അവരുടെ ഖബർ ഞെരുക്കിയിട്ടില്ല. ദഖല അലൈഹാ ഫജലസ ഇൻദ റഅസിഹാ ഫഖാല റഹിമക്കില്ലാ യാ ഉമ്മീ കുന്തി ഉമ്മീ ബഅദ ഉമ്മീ. എന്തേ കാരണം ഖബർ ഞെരുക്കാത്തത്? ആരാണ് ഈ ഫാത്തിമ ബിന്ത് അസ്ദ് റളിയല്ലാഹു അൻഹ? ആരാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ? ആരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം കുന്തി ഉമ്മീ ബഅദ ഉമ്മീ എന്നാ പറഞ്ഞതെന്തേ? ഉമ്മയാണ് ഫാത്തിമ. എൻ്റെ ഉമ്മയ്ക്ക് ശേഷം പ്രിയപ്പെട്ട ഉമ്മയാണ് ഫാത്തിമ ബിന്ത് അസദ്. അവരങ്ങ് മരിച്ചപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹിയുടെ ശബ്ദം ഹബീബിന്റെ കാതിലങ്ങ് കേട്ടപ്പോൾ ഓടുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നാട്ടിൽ ദറസുണ്ട്. ഈ ദറസിലെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ നന്ദി, നിങ്ങളുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചാൽ ഉടനെ ഉസ്താദും മുത്തഅല്ലിമീങ്ങളും ഓടിയെത്തുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് ഓടി വരുന്നു ആരുടെ മരണത്തിൽ പങ്കുചേരാൻ? ഫാത്തിമ ബിന്ത് അസ്ദ് റളിയല്ലാഹു അൻഹയുടെ മരണത്തിൽ പങ്കുചേരാൻ. ദഖല അലൈഹാ ഫജലസ ഇൻദ റഅസിഹാ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് കടന്നു വന്നിട്ട് ഫാത്തിമ ബിന്ത് അസ്ദ് റളിയല്ലാഹു അൻഹയുടെ അടുത്തങ്ങിരുന്നു. ഇരുന്നിട്ട് മുത്തുനബി പറഞ്ഞില്ലേ, റഹിമക്കില്ലാ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആരായി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട നബിയാ പറയുന്നത്. റഹിമക്കില്ലാ യാ ഉമ്മീ കുന്തി ഉമ്മീ ബഅദ ഉമ്മീ. എൻ്റെ ഉമ്മയ്ക്ക് റഹ്മത്ത് ചെയ്യട്ടെ എൻ്റെ ഉമ്മ. ആരാ? എൻ്റെ ഉമ്മയ്ക്ക് ശേഷം ഉമ്മയായിരുന്നല്ലോ അങ്ങ്. അതുകൊണ്ട് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. തജൂഈന വതശ്ബഈന വതഈരീന വതകുസ്സൂനനി തുരീദീന ബിദാലിക വജ്ഹല്ലാഹ് വദാറൽ ആഖിറ. എന്താ അവർ ചെയ്ത പുണ്യം? എന്ത് പുണ്യമാ അവർ ചെയ്തത്? അല്ലാഹുവിന്റെ ഹബീബ് പറയുക, അങ്ങയുടെ ഖബർ ഞെരുക്കൂല, അങ്ങക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യും ഉമ്മ. എന്തേ? അങ്ങ് ഭക്ഷണം കൊടുത്തവരാ. അങ്ങയുടെ വയറൊട്ടിക്കിടന്നപ്പോഴും അല്ലയോ ഫാത്തിമ ബിന്ത് അസദ് എന്നവരെ, അവിടുത്തെ വയറൊട്ടിക്കിടന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, എനിക്ക് പാനീയം തന്നു. അങ്ങ് വെള്ളം കുടിക്കാൻ വല്ലാതെ ദാഹിച്ചപ്പോൾ എനിക്ക് വെള്ളം തന്നു. എനിക്ക് ദാഹമുണ്ടായിരുന്നു, അവിടത്തേക്കും ദാഹമുണ്ടായിരുന്നു. പക്ഷേ താങ്കളുടെ ദാഹം നോക്കാതെ എനിക്ക് എൻ്റെ ദാഹം മാറ്റിയ ഉമ്മയാ. അല്ലാഹ് ഇർഹമിക്കില്ലാ, റബ്ബേ ഈ ഉമ്മയ്ക്ക് നീ കരുണ ചെയ്യ്. മാത്രമല്ല അവിടുന്ന് വസ്ത്രം ധരിക്കാൻ വല്ലാത്ത ആവേശമുണ്ട്. ആ വസ്ത്രം ധരിക്കാൻ ആവേശമുണ്ടായിട്ടും അവിടുന്ന് ആ ധാരണ മാറ്റിയിട്ട്, ആവേശം മാറ്റിയിട്ട് എന്നെ വസ്ത്രം ധരിപ്പിച്ച ഉമ്മയാണല്ലോ, എന്നെ വസ്ത്രം ധരിപ്പിച്ച ഉമ്മയാ. മാത്രമല്ല ഇതുകൊണ്ടൊക്കെ അവരുദ്ദേശിച്ചത് റബ്ബിന്റെ പ്രീതിയും പൊരുത്തവുമാ, അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവുമാ. ആ പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചു. മാത്രമല്ല ആഖിറത്തിന്റെ ഭവനമായ സ്വർഗം ഉദ്ദേശിച്ചു. അതുകൊണ്ട് എൻ്റെ പെങ്ങളെ കൊടുത്തോ, ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്തോ. ചോദിക്കുമ്പോൾ കൊടുക്കാൻ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതും കൊണ്ട് കൊടുത്തോ. കൊടുക്കുന്നത് കൊണ്ട് പുണ്യമാ, ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് പുണ്യമാ. എന്ത് ചെയ്തിട്ടാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് പകരമുള്ള ഉമ്മയായ ഫാത്തിമ ബിന്ത് അസ്ദ് റളിയല്ലാഹു അൻഹയുടെ ഖബർ
ഞെരിക്കാതിരുന്നത് എന്താ? ഭക്ഷണം കൊടുത്തത് കൊണ്ടാ. അതാർക്കാ ഭക്ഷണം കൊടുത്തത്? യതീമിനാ ഭക്ഷണം കൊടുത്തത്. യതീം ആരാ ഇവിടെ? അള്ളാന്റെ ഹബീബാ. അള്ളാന്റെ ഹബീബാണ് ഇവിടുത്തെ യതീം. ഉമ്മ മരണപ്പെട്ടു പോയി. ഉമ്മയായ ആമിന റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ഉപ്പയായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷം യതീമായ മകനായ മുഹമ്മദ് മുസ്തഫ ഈ മുഹമ്മദ് നബിക്ക് ഭക്ഷണം കൊടുത്തു. ഈ മുഹമ്മദ് നബിക്ക് പാനീയം കൊടുത്തു. ഈ മുഹമ്മദ് നബിക്ക് ചെയ്തതെന്താ? വസ്ത്രം കൊടുത്തു. ആ പുണ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്, അല്ലാഹുവേ, എന്റെ ഉമ്മയ്ക്ക് ശേഷമുള്ള ഉമ്മയായ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, കരുണ ചെയ്യണേ അല്ലാ. എന്നിട്ട് മാത്രമല്ല, അള്ളാന്റെ ഹബീബ് മയ്യത്ത് കുളിപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നു. മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. എല്ലാവിധ സംവിധാനവും ചെയ്തു കൊടുത്തു. അതിനുശേഷം മറവാടാൻ ഇതാറടി മണ്ണിലേക്ക് കടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഹബീബായ മുത്തുനബി ആറടി മണ്ണിലങ്ങ് ഇറങ്ങിക്കിടന്നില്ലേ? ആ പിള്ളക്കുഴിയിലങ്ങ് ഇറങ്ങിക്കിടന്നില്ലേ? ഇറങ്ങിക്കിടന്നിട്ട് പടച്ചറബിനോട് പറഞ്ഞില്ലേ, അല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ യുഹീ വയുമീത് വഹുവൽ ഹയ്യു ലാ യമൂത് ഇഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിന്ത് അസദ് വവസ്സി അലൈഹാ മദ്ഖലഹാ ബിഹഖ് നബിയിക വൽ അംബിയാ الذين من قبلي. ഖബറിലേക്ക് ഇറങ്ങിക്കിടന്നിട്ട്, റഹ്മാനെ, ഒരിക്കലും മരിക്കാത്ത അല്ലാ, എന്നെന്നും ജീവിച്ചിരിക്കുന്നേ, ഞങ്ങളാണെങ്കിൽ മരിക്കുമല്ലോ റഹ്മാനെ, ഞങ്ങൾക്കിവിടെ ജീവിതം സ്വസ്ഥമല്ലല്ലോ അല്ലാ. അങ്ങനത്തെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത റബ്ബേ, നിന്നോട് എനിക്കൊരാവലാതി പറയാനുണ്ട് അല്ലാ. ഇഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിന്ത് അസദ്. ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയുടെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർ ഇറക്കസ്ഥലം നീ ബഹുമാനിക്കണേ അല്ലാ. ബിഹഖ് നബിയിക വൽ അംബിയാ ഇല്ലദീ മിൻ ഖബലി. ആരാ പറഞ്ഞത്? ഹബീബായ മുത്തുനബിയെ കൊണ്ടോ ഔലിയാക്കന്മാരെ കൊണ്ടോ നബിമാരെ കൊണ്ടോ ഇടതേടരുതെന്ന് നിന്നോട് പറയുമ്പോൾ ഇത് പറയുന്നതാരാ? ഹബീബ പറയുന്നത്. നിന്നോട് പറയുന്നു, നിന്റെ ഭാര്യയോട് പറയാൻ പറയുന്നു. അവളെ ഏറുഭാഗം തൂക്കിക്കൊണ്ട് കോഴിക്കോട്ട് പോയ, എവിടെ? കോഴിക്കോട്ട് ജുമാക്ക് പോവാ. അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി, കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന വേഷത്തിൽ എവിടെ പോവാ? കോഴിക്കോട്ട് ജുമ്മാക്ക് പോവാ അല്ലേ? അവരോട് പറയുകയാണ്, ഈ ജുമാക്ക് പോകുന്ന പെണ്ണുങ്ങളോട് പറയുക. എന്താ പറയുന്നത്? അമ്പിയാക്കളെ വിളിക്കല്ലേ, ഔലിയാക്കളെ വിളിക്കല്ലേ, കാഫിറായി പോകുമേ എന്നൊക്കെ പറയാൻ. ഇവിടെ പറയുന്നത് എന്താ? ബിഹഖ് നബിയിക വൽ അംബിയാ ഇല്ലദീന മിൻ ഖബലി. അല്ലാഹുവേ, എൻ്റെ ഹക്ക് കൊണ്ട്, ഈ നബിയായ ഈ മുത്ത് നബിയുടെ ഹക്ക് കൊണ്ട്, അതുപോലെ എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, എൻ്റെ ഉമ്മയ്ക്ക് ശേഷമുള്ള ഉമ്മയായിരുന്ന ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ ചെയ്യണേ അല്ലാ. അവരുടെ ഇറക്കസ്ഥലം ബഹുമാനിക്കണേ അല്ലാ. അവരുടെ ഖബറിനെ നീ എടുക്കല്ലേ അല്ലാ. ഇന്നക അർഹമുർ റഹീമീൻ. നീ കരുണക്കടലാണ് റബ്ബേ എന്ന് ദുആ ചെയ്യുന്നതാരാ? ഹബീബി വറൂഹി വഖൽബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഹബീബി വഖൽബി മുഹമ്മദ് മുസ്തഫ. ഹബീബി വഖൽബി വറൂഹി വസയ്യിദി വസനദി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അങ്ങോട്ട് സ്വലാത്ത് പറ. അതും കൊണ്ട് ഖബറിൽ ഞെരുക്കാത്ത പെണ്ണുണ്ട്. ഞെരുക്കാത്ത കാരണം ഇതാണ്. അതും കൊണ്ട് കൊടുത്തോ. ഭക്ഷണം വന്ന് ചോദിക്കുന്നവരെ തട്ടിവിടല്ലേ, പാനീയം വന്ന് ചോദിക്കുന്നവരെ തട്ടിവിടല്ലേ. ഇതാ മുട്ടാവശ്യമായി നിന്നെ സമീപിക്കുമ്പോൾ അവരെ തട്ടിവിടല്ലേ. പുണ്യമാണ്, പുണ്യമാണ്, പുണ്യമാണ്. അതും കൊണ്ട് കൊടുത്തോ. ഖബറിൽ നിന്നെ ഞെരുക്കൂല. മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, മാ ഉഫിയ മിൻ ലഅതത്തിൽ ഖബർ
ഇല്ലാ ഫാത്തിമ ബിന്തു അസദ്. ഖബറിൽ ഞെരിക്കാത്ത ഒരൊറ്റ പെണ്ണ് മാത്രം. ആ പെണ്ണാരാ? ഫാത്തിമ ബിന്തു അസദ് റളിയല്ലാഹു അൻഹയാണെന്ന് ഹബീബി വസയ്യിദി മുഹമ്മദ് മുസ്തഫ. പോരാ മക്കളെ, ഹബീബി വസയ്യിദി വഖൽബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അങ്ങോട്ട് പവറായിട്ട് അങ്ങോട്ട് സ്വലാത്ത് ചൊല്ല്. അതും കൊണ്ട് ഇതും ഖബറിന്റെ ഒരു കാലടി ശബ്ദമാ. അങ്ങനെ എത്ര കാലടി ശബ്ദമുണ്ട്.